2017 ഓസ്ട്രേലിയയിലെ ബ്രൂസ് ആൻഡ്രൂസ് റോബർട്ടിന്റെ വീടിന് വെളിയിലുള്ള മെയിൽ ബോക്സിൽ മെയിലുകൾ കെട്ടിക്കിടക്കുന്നത് കണ്ട അയൽക്കാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിൽ ബ്രൂസിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് കണ്ടെത്തി. ബ്രൂസ് ആരുമായും അധികം സഹകരിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായിരുന്നു. പാരമ്പര്യമായി നല്ല കാശുള്ള കുടുംബമായിരുന്നു അവന്റേത്. അതിനാൽ തന്നെ അവന് വെളിയിൽ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവനൊരു ഹോട്ടർ ആയിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വീട്ടിൽ സൂക്ഷിച്ചു വെക്കും. അതിനാൽ തന്നെ അവന്റെ മരണശേഷം വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു പണിയായിരുന്നു. 2018 അവന്റെ വീട് വൃത്തിയാക്കാൻ കുറച്ച് ക്ലീനേഴ്സ് വന്നു. അവര് വീട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ മൃതദേഹത്തിന് 15 വർഷം പഴക്കമുണ്ടെന്ന് മനസ്സിലായി. ഷെയ്ൻ സ്നെൽമാൻ എന്നയാളുടേതായിരുന്നു ആ മൃതദേഹം. വെടിയേറ്റാണ് അവൻ മരിച്ചിരുന്നത്. ദേഹത്തൊക്കെ മുറിവേറ്റതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. ബ്രൂസ് ആയിരിക്കാം അവനെ കൊന്നത്. പക്ഷെ അവനെ കൊലപ്പെടുത്തിയ ശേഷം അവൻ ആരോടും ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദുർഗന്ധം വരാതിരിക്കാൻ പെർഫ്യൂം ഒക്കെ ഉപയോഗിച്ചതായിട്ടും അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് മനസ്സിലായി. ആ കൊലപാതകത്തിന് ശേഷം ആ മൃതദേഹത്തോടൊപ്പമാണ് അവൻ താമസിച്ചിരുന്നത്. എന്തിനാണ് അവനെ കൊലപ്പെടുത്തിയത് എന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇനി ഒരിക്കലും ആരും അറിയാനും പോകുന്നില്ല.